ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ ഗപ്പികളുടെ ഫ്രിഡ്ജ് ബോക്സാണ്. അപ്പോൾ ഒരുപാട് നാളായി മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത കാരണം ആൽഗയൊക്കെ പിടിച്ച് ആകെ അലങ്കോലപ്പെട്ടിരിക്കുന്നൊരു ഫ്രിഡ്ജ് ബോക്സാണിത്. കാക്ക കയറാതിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം 1000കണക്കിന് മീനുകൾ. അത് മെയിലും ഫീമെയിലും അഡൾട്ടും ഫ്രൈസും എല്ലാമായിട്ട് ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നുണ്ട്. ഈ ഫ്രിഡ്ജ് ബോക്സ് നിറച്ചും ആൽഗകളൊക്കെ പിടിച്ച് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫ്രൈസിനും അതുപോലെ തന്നെ അഡൾട്ട്സിനും ഒന്നും കറക്റ്റായിട്ട് ഫുഡൊന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രൈസിൻ്റെയും അഡൾട്ട്സിൻ്റെയൊക്കെ ഗ്രോത്തൊക്കെ ഏകദേശം ഒരു ആവറേജ് ആണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റിയുള്ള അഡൾട്ടുകളെ പിടിച്ചിട്ട് ബ്രൂഡ് സ്റ്റോക്കാക്കി മറ്റൊരു പ്ലാന്റ് ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. ഇത് എൻ്റെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സ് നട്ടിരിക്കുന്ന ഒരു ടബാണ്. ഏകദേശം 10ഓളം വാട്ടർ പ്ലാന്റ്സ് ഇതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റുകളെല്ലാം നല്ല രീതിയിൽ വളർന്ന് ടാങ്ക് നിറഞ്ഞിരിക്കുകയാണ്. ഈ ടബിലുള്ള വാട്ടർ പ്ലാന്റ്സ് എല്ലാം മറ്റ് ചെറിയ ചെറിയ ബക്കറ്റുകളിലേക്ക് മാറ്റിയിട്ട് ഈ ടബിലാണ് ഞാൻ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിന് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ നല്ല വാട്ടർ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ നട്ടിരിക്കുന്നത്. പാരറ്റ് ഫെദർ എന്നാണ് ഈ ചെടിയുടെ പേര്. സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് മിക്സഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ മുമ്പെപ്പോഴോ കൂത്താടികൾ വരാതിരിക്കാൻ വേണ്ടി ഞാനിട്ട മീനുകളാണിതെല്ലാം. പക്ഷേ ഇത് ശരിക്കും കുഞ്ഞുങ്ങളല്ല. ഇതിന് ഓടി നടക്കാൻ സ്ഥലമില്ലാത്ത കാരണവും ഫുഡൊന്നും കറക്റ്റായിട്ട് കിട്ടാത്ത കാരണവും വളർച്ച മുരടിച്ചു പോയ ഗപ്പികളാണിത്. ഇവരെ ഞാൻ മറ്റൊരു മിക്സഡ് ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. അങ്ങനെ ചെടികളൊക്കെ മാറ്റി നമ്മൾ ടബ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇവിടെ വെള്ളത്തിൽ ക്ലോറിൻ്റെ അംശമുള്ളത് കാരണം 2 ദിവസം പിടിച്ച് വെച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അടുത്തതായി നമ്മുടെ ടബിലേക്ക് വാട്ടർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വാട്ടർ പോപ്പിയാണ്. ഗപ്പികൾക്കൊക്കെ ഇടാൻ വേണ്ടി ഏറ്റവും അടിപൊളി പ്ലാന്റാണ് വാട്ടർ പോപ്പി എന്നുള്ളത്. കാരണം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനൊക്കെ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഉപകരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഒച്ചിൻ്റെ മുട്ടകൾ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഈ ചെടികളുടെയൊക്കെ ഇലകളുടെ അടിയിൽ ജെല്ല് രൂപത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വട്ടത്തിലുള്ള പദാർത്ഥങ്ങളാണ് ഒച്ചിൻ്റെ മുട്ടകൾ. നമ്മൾ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒച്ചിൻ്റെ കുഞ്ഞുങ്ങൾ അനങ്ങുന്നത് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ടാങ്ക് വൃത്തിയാക്കാനും മറ്റും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒച്ച് നല്ല രീതിയിൽ ഉപകരിക്കുമെങ്കിലും ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഭംഗി നമ്മുടെ ടാങ്കിന് ഫീൽ ചെയ്യും. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഒച്ചിൻ്റെ മുട്ടകൾ ഒഴിവാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ നമ്മുടെ ചെടി നല്ലപോലെ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. ഇതുപോലൊരു ടബിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൽ നമ്മുടെ വാട്ടർ പ്ലാന്റ് ഇട്ടതിന് ശേഷം 2 നുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ കഴുകി ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ ടബിൽ തന്നെ വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി അധികമുള്ള ഒച്ചുകളുടെ മുട്ടയും അതുപോലെ തന്നെ മറ്റ് ഫംഗസും രോഗങ്ങളെല്ലാം നശിച്ചു പോകാനും അതുവഴി മീനുകൾക്ക് കൂടുതൽ ആരോഗ്യം കിട്ടാനും ഇത് നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മുടെ വാട്ടർ പോപ്പി പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഒച്ചുകളുടെ മുട്ടകളെല്ലാം നശിച്ചു പോയതായിട്ട് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളൊന്നും അനങ്ങുന്നില്ല. മുമ്പ് കാണിച്ച വീഡിയോയിൽ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ മുട്ടകളെല്ലാം നശിച്ചു പോയി എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മുടെ ടബിലേക്ക് വാട്ടർ പ്ലാന്റ് ഇറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വാട്ടർ പ്ലാന്റ് നട്ടിരിക്കുന്നത് ചാണകപ്പൊടിയും മണ്ണും നിറഞ്ഞ മിശ്രിതത്തിൻ്റെ മുകളിൽ പൂഴിമണ്ണിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിളകാതിരിക്കാൻ വേണ്ടി കല്ല് നിരത്തിയാണ് നട്ടിരിക്കുന്നത്. വാട്ടർ പ്ലാന്റ്സുകൾ എപ്പോഴും പൂഴിമണ്ണിൽ നടന്നാണ് പ്ലാന്റിനും അതുപോലെ തന്നെ മീനിൻ്റെ ആരോഗ്യത്തിനും നല്ലത്. അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന ചാണകപ്പൊടിയും ഗ്രാവലും മണ്ണും നിറഞ്ഞ മിശ്രിതം നമ്മുടെ ചെടികളൊക്കെ വെക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ആമ്പലുകളൊക്കെ നടാനാണ് മെയിനായിട്ടും ആ മിശ്രിതം ഉപയോഗിക്കുന്നത്. മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഈ വേസ്റ്റുകളും പൊടികളും എല്ലാം ഇതുപോലൊരു നെറ്റ് ഉപയോഗിച്ച് കോരിക്കളയണം. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ കലങ്ങിയ വെള്ളം ഒന്ന് തെളിയുന്നതാണ്. നമ്മൾ മുമ്പ് നശിപ്പിച്ച ഒച്ചിൻ്റെ മുട്ടകളൊക്കെ നഖം കൊണ്ട് ഇങ്ങനെ ചുരണ്ടുമ്പോൾ തന്നെ അടർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് വെള്ളത്തിൽ നിന്നും എടുത്ത് കളയുക. വെള്ളത്തിൽ വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം അത് ഓൾറെഡി നശിച്ചു പോയതാണല്ലോ.
നമ്മുടെ ടബ്ബ് അത്യാവശ്യം വലുതായതുകൊണ്ടും വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള എണ്ണത്തിൽ കുറഞ്ഞ ബ്രൂഡ് സ്റ്റോക്കിന് മാത്രം ഇടുന്നത് കൊണ്ടും നമ്മൾ ഒരു പാത്രം കൂടി വാട്ടർ പോപ്പി വെച്ച് കൊടുക്കുകയാണ്. ബ്രീഡിങ്ങിനായിട്ട് ഞാൻ ബ്രീഡിംഗ് ബോക്സ് ഒന്നും പ്രത്യേകം വെച്ച് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് തിന്നാതിരിക്കാൻ ഇതൊരു പരിധിവരെ നമ്മളെ സഹായിക്കും. കുഞ്ഞുങ്ങളെല്ലാം തന്നെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഇടയിൽ ഹൈഡ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് സെറ്റായിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ പർപ്പിൾ മൊസൈക്കിന് ഇട്ടിരിക്കുന്ന ടാങ്കും കാണാം. ഇലകളൊക്കെ വെള്ളത്തിൻ്റെ മേളിൽ വന്ന് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ വേസ്റ്റായിട്ടുള്ള ഇലകളും മറ്റ് വേസ്റ്റുകളെല്ലാം നമ്മൾ ഇതുപോലെ പിക്ക് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ജോലിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിനെ ക്വാളിറ്റി നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള, അതായത് നല്ല ഗ്രോത്തും നല്ല കളർ കയറി വന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ടെയില്, അതിൻ്റെ ഇയർ, ഇതെല്ലാം നോക്കി നല്ല നല്ല മെയിലുകളെയും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള കൂടുതൽ പ്രസവിക്കാൻ കഴിയുന്ന ഫീമെയിലുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ പർപ്പിൾ ബെറി ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ മാത്രമേ ഉള്ളൂ. സാധാരണ എൻ്റെ കയ്യിലുള്ള വെറൈറ്റികളെല്ലാം 2-3 ടാങ്കിലായിട്ടാണ് ഞാൻ വളർത്തുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഫംഗസ് ബാധയോ അതല്ലെങ്കിൽ ഇൻവേർണൽ പാരസൈറ്റ് കാരണം ഏതെങ്കിലും ഒരു ടാങ്ക് അടിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റുള്ള ടാങ്കുകളുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ പർപ്പിൾ ബെറിയെയും മറ്റൊരു ടാങ്കിലേക്ക് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് ബ്രീഡായി അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന മുറയ്ക്ക് നമ്മളത് മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. നമ്മൾ അഡൾട്ടിനെ പിടിച്ച് മാറ്റുന്ന സമയത്ത് കുഞ്ഞുങ്ങളും നെറ്റിലേക്ക് ഓടിക്കയറുന്നുണ്ട്. ഫുഡ് പ്രതീക്ഷിച്ചാണ് അവർ വരുന്നത്. പിന്നെ നമ്മൾ അഡൾട്ട്സിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 മെയിലിനെയും 6 ഫീമെയിലിനെയാണ് ഞാൻ പിടിച്ചത്. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ പയ്യെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാണ്. ഞാൻ കുറച്ച് ഫ്രൈസിനെയും കൂടി പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം പ്രായമായ അത്യാവശ്യം സൈസ് വെച്ച ഫ്രൈസ്, ഇവരെയും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാണ്. ഞാനങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, കുറച്ച് ഫ്രൈസ് ഇവരുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ടെൻഡൻസി ഇവർക്ക് കുറവായിരിക്കും. നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ തിന്നാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പർപ്പിൾ ബെറി എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ തിന്നുന്ന മീനുകളാണ്. അപ്പോൾ ഇങ്ങനെ ക്രൗഡഡായിട്ട് വളർത്തി അതിൻ്റെ ഒപ്പം കുറച്ച് ഫ്രൈസിനെയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് പ്രസവിക്കുന്ന മീനുകളെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും. അങ്ങനെ മീനുകളെല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ട് ഈ ടബിൽ ഓടി നടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് നമ്മൾ ആദ്യം നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് നിറഞ്ഞ ടബ് ക്ലീൻ ആക്കിയപ്പോൾ കിട്ടിയ വളർച്ച മുരടിച്ചെന്ന് പറഞ്ഞ ആ മിക്സഡ് ഗപ്പികളാണ്. ഇവർ ഞാൻ മറ്റൊരു ടാങ്കിലേക്ക്, മിക്സഡ് ഗപ്പികളുടെ ടാങ്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത അപ്ഡേഷനായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.